ഒരു സംഭവം നടന്ന് മനുഷ്യരുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ അധികൃതർ, അതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള രാഷ്ട്രീയ അധികൃതരായിരുന്നാലും ശരി, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥ അധികൃതരായിരുന്നാലും ശരി, അതിൽ ഇടപെടുന്നതും ആ കാര്യം ശ്രദ്ധിക്കുന്നതും ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് ഒരിക്കൽ സംഭവിക്കുന്നതല്ല. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. റോഡിൽ ഓട അടയ്ക്കാതെ സ്ലാബ് മുറിഞ്ഞു കിടന്നാൽ അതുവഴി അറിയാതെ നടന്നു പോകുന്നവർ ആ ഓടയിൽ വീണ് ജീവനുകൾ പൊലിയുന്ന സംഭവം നിരവധിയാണ്. കഴിഞ്ഞ ആഴ്ചയും ഒരു വീട്ടമ്മ, ഒരു വൃദ്ധയായ ഒരമ്മ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ സ്ലാബ് പൊട്ടിക്കിടന്നതിനാൽ ഈ വീട്ടമ്മ, അതായത് ഈ വയോധിക, ഈ ഓടയ്ക്കകത്ത് വീണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവരുടെ ജീവൻ പോലും അപകടാവസ്ഥയിലെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ എത്രയോ ജീവനുകളാണ് നമ്മുടെ ഓടയ്ക്കകത്ത് വീണ് നമ്മുടെ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. റോഡുകൾ കൃത്യമായി ടാർ ചെയ്യാത്തതിനാൽ, കട്ടറുകൾ അടയ്ക്കാത്തതിനാൽ കട്ടറിൽ വീണ് വണ്ടി അപകടത്തിൽ മരിച്ച എത്രയോ ജീവനുകളാണ് നമ്മുടെ നാട്ടിൽ പൊലിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഓടകൾ അടയ്ക്കാതിരിക്കുമ്പോൾ ഉടനെ തന്നെ ആ PWD അധികൃതരും പഞ്ചായത്ത് അധികൃതരും മറ്റുള്ള ഓടി അവിടെ എത്തുകയും അവിടെ അത് ചെയ്യാതിരുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കും. ഉടനെ തന്നെ ആ ഓടകളിൽ സ്ലാബിടും എന്നൊക്കെ പറഞ്ഞ് അധികൃതർ അവിടെ നിന്ന് പോകും. എന്നിട്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഒരു നടപടിയെടുക്കും. ചിലപ്പോൾ നടപടിയെടുക്കുന്നു പറയുന്നതല്ലാതെ നടപടിയെടുക്കുകയുമില്ല. ഇതാണ് കാണുന്നത്. ഇപ്പോൾ ഉമാ തോമസ് നമ്മുടെ ഒരു നിയമസഭാ അംഗമാണ്. നിയമസഭാ അംഗത്തിൻ്റെ ജീവന് വിലയുണ്ട്, സാധാരണക്കാരൻ്റെ ജീവന് വിലയില്ല എന്നല്ല ഈ പറയുന്നത്. എങ്കിലും നമ്മുടെ നാട്ടിലെ ജനാധിപത്യ രീതി അനുസരിച്ച് ജനപ്രതിനിധിക്ക് പ്രത്യേക ജീവന് കുറച്ചുകൂടെ ബന്ധമുണ്ട്. ഇത്രയും ജനങ്ങളുടെ പ്രതിനിധിയാണ്, ഒരു മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഒരു MLA എന്ന് പറയുന്നത്. അവർ പങ്കെടുത്ത ഒരു യോഗത്തിൽ അവിടെ സുരക്ഷിതത്വം കുറവായിരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ 15 അടി താഴെ നിന്ന് വീണ് പരിക്കേൽക്കുന്നു. വളരെ ഗുരുതരാവസ്ഥയിൽ ഉമാ തോമസ് ഇപ്പോൾ ആശുപത്രിയിലാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? ഇപ്പോൾ സംഭവിച്ചതിൻ്റെ സംഘാടകർക്കെതിരെ കേസെടുക്കാൻ രംഗത്തിറക്കിയിരിക്കുകയാണ് ഓരോ ആൾക്കാരും. പോലീസും അതുപോലെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഗ്രേറ്റർ കൊച്ചി വികസന അതോറിറ്റിയും ഇവരെല്ലാം ഇപ്പോൾ സംഘാടകത്തിൻ്റെ തീരുമാനം അല്ലെങ്കിൽ നടപടിയെടുക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇവരെവിടെ പോയി? നേരത്തെ ഇവർ ഉറങ്ങിപ്പോയോ എന്നാണ്. ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ 12,000-ലധികം നർത്തകർ പങ്കെടുക്കുന്ന ഒരു പരിപാടി, അത് കഴിഞ്ഞിട്ട് അവിടെ അത് കാണാനും ആസ്വദിക്കാനുമായിട്ട് അതിൻ്റെ ഇരട്ടിയിലധികം ആൾക്കാർ വരുന്നു. അവിടെ എന്ത് സുരക്ഷിതത്വമാണ് നിങ്ങൾ ഏർപ്പെടുത്തിയത് മുൻകൂട്ടി? ഈ സംഘാടകരെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ, സംഘാടകർ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പോലീസും നമ്മുടെ ഫയർഫോഴ്സും എന്താണ് അവിടെ ഈ പരിപാടി തുടങ്ങുന്നതിന് ഉമാ തോമസ് വീണ് പരിക്കേൽക്കുന്നതുവരെ, ഗുരുതരമായി പരിക്കേൽക്കുന്നവരെ ഈ പോലീസും അതുപോലെ ഫയർഫോഴ്സും ഒക്കെ എന്താണ് അവിടെ ചെയ്തത്? ഇത്രയും ജനങ്ങൾ കൂടുന്നിടത്ത് ഒരു 2-3 ഫയർ എഞ്ചിനുകൾ കൊണ്ടിട്ട് കാത്തിരിക്കുക മാത്രമാണോ ഒരു ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ആ സുരക്ഷിതത്വങ്ങൾ ഈ ബാരിക്കേഡുകൾ ശ്രദ്ധിച്ചില്ല? അതിന് ബലമുണ്ടോ? ഈ വേദി തയ്യാറാക്കിയിരിക്കുന്ന നല്ല ബലത്തിലാണോ ഇത്രയും പേര് നിൽക്കുമ്പോൾ? പ്രത്യേകിച്ചും ഒരു മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. മന്ത്രി ആ വേദിയിൽ ഇരിക്കുമ്പോഴാണ് ഉമാ തോമസ് ആ വേദിയിൽ നിന്നും താഴെ വീഴുന്നത്. അപ്പോൾ മന്ത്രി ഇരിക്കുന്ന ആ ഒരു വേദി എത്രമാത്രം ബലവത്താണെന്ന് പരിശോധിക്കാൻ ഈ പോലീസിനും ഇവിടുത്തെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും കഴിഞ്ഞിട്ടുണ്ടോ? കുറെ പോലീസുകാരെ അവിടെ എവിടെയും കൊണ്ടുവന്ന് വിന്യസിച്ചിട്ട് സെക്യൂരിറ്റി സുരക്ഷിതമാണെന്ന് പറയുക മാത്രമാണോ പോലീസിന്റെ ചുമതല? ഈ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഈ മന്ത്രി പങ്കെടുക്കുന്ന സ്റ്റേജ് എത്രമാത്രം ബലവത്താണെന്ന് നേരത്തെ പരിശോധിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? സംഭവം നടന്ന് ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം, അല്ല ഒന്നിലധികമോ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ അതിനുമേൽ നടപടി എടുക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കൽ പറയും ഇനി ഇത്തരം സംഭവങ്ങൾ നടക്കില്ല, ഇതോടുകൂടി കർശന നടപടിയെടുക്കും, വേണ്ട നടപടിയെടുക്കും എന്നൊക്കെ അധികൃതർ പറയുമെങ്കിലും വീണ്ടും ഇത് അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ സിസ്റ്റം തയ്യാറായിരിക്കുന്നു എന്നാണ്. നമ്മുടെ പ്രവർത്തിക്കേണ്ട സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കണം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന അടിസ്ഥാന ഉദ്ദേശവും പ്രമാണവും പാലിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥ വൃന്ദവും അധികാര വൃന്ദവും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്.
ഇവിടെ ഇപ്പോൾ മൃദംഗനാഥം എന്ന് പറയുന്ന ഒരു സംഘാടകർക്കെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ഫയർഫോഴ്സ് പറയുന്നു, പോലീസ് പറയുന്നു, അധികൃതർ പറയുന്നു, FIR എന്ന് പറയുന്നു, ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി GCDA പറയുന്നു. ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ഈ മൃദംഗനാഥം എന്ന സംഘാടകർക്ക് എതിരായിട്ടാണ്. അവിടെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ഈ ഉത്തരവാദപ്പെട്ട സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യുന്നത്. അവർ ചെയ്യേണ്ട ജോലി നേരത്തെ തന്നെ സംഭവം നടക്കുന്നതിന് മുമ്പേ സംഭവം നടക്കാതിരിക്കാനുള്ള മുൻകരുതലായിട്ട് അവർ എടുക്കേണ്ട നടപടികൾ എടുക്കുകയോ അവർ പുലർത്തേണ്ട ജാഗ്രത പുലർത്തുകയോ ചെയ്യാതെ ഇപ്പോൾ ഈ സംഘാടകർക്കെതിരെ മാത്രം കേസെടുക്കുകയും അത്തരം കേസുകളെ കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്തകൾ എത്തിക്കുകയും മാധ്യമങ്ങൾ ഈ സംഘാടകർക്കെതിരെ മാത്രം ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കി അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ, യഥാർത്ഥ ഉത്തരവാദികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.